ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിന്റെ മറ്റൊരു അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു അപ്ഡേറ്റ് നിങ്ങൾ മിസ് ചെയ്യില്ല എന്ന് പറഞ്ഞു. സോ നിങ്ങളൊന്നും തന്നെ മിസ്സാവില്ല. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നമുക്ക് എല്ലാവരും അറിയാം, ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൽ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നിയമമാറ്റമാണ് നമുക്കറിയാം 5 ഇയർ PR 10 ഇയറിലേക്ക് ആക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പല ക്യാമ്പയിൻസും റൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് MP-മാർക്ക് ഇമെയിൽ അയക്കുകയും കാര്യങ്ങൾ, അതെല്ലാം പോസിറ്റീവ് നെഗറ്റീവ് റിപ്ലൈസ് വന്നിട്ടുണ്ടായിരുന്നു. അത് അയച്ച എല്ലാവർക്കും തന്നെ വലിയൊരു നന്ദി ഞാൻ അറിയിക്കുന്നു. കാരണം നിങ്ങളുടെ ഒരു ചെറുവിരലെങ്കിലും ഈ ഒരു കാര്യത്തിന് നിങ്ങൾ ഇളക്കി, ഇല്ലെങ്കിൽ അതിനകത്ത് നിങ്ങൾ പരിശ്രമിച്ചു എന്നതിലുള്ളവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെറ്റീഷനാണ്. പെറ്റീഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് എല്ലാവരും തന്നെ അത് ഷെയർ ചെയ്യും. അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏകദേശം 1,43,587 സിഗ്നേച്ചേഴ്സ് അതിനകത്ത് കിട്ടിയിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, 1,00,000 സിഗ്നേച്ചറിന് മേലെ പോയി കഴിഞ്ഞാൽ ഗവൺമെന്റ് റെസ്പോണ്ട് ചെയ്യുന്നുള്ളത്. അത് ഇന്നത്തെ അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പെറ്റീഷൻ ഗവൺമെന്റ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നു, ഇല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാനുള്ള സാഹചര്യം. സോ ഗായ്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക. ഒന്നും തന്നെ അവസാനിച്ചിട്ടില്ല. ക്യാമ്പയിനുകൾ സ്റ്റിൽ റണ്ണിംഗ് ആണ്. ഇനിയും ക്യാമ്പയിനുകൾ വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിശ്രമിക്കാൻ സമയമായിട്ടില്ല എന്നുള്ള കാര്യം അണ്ടർലൈൻ ഇട്ട് പറയട്ടെ. അതോടൊപ്പം തന്നെ പെറ്റീഷൻ സിഗ്നേച്ചേഴ്സ് എല്ലാം ശേഖരിപ്പിച്ച, അല്ലെങ്കിൽ ശേഖരിക്കാൻ സഹായിച്ച എല്ലാവർക്കും തന്നെ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആശങ്കയിലായിരിക്കുന്നത് UK വന്നിട്ടുള്ള നഴ്സുമാരും, ഇല്ലെങ്കിൽ മറ്റു വർക്ക് വിസയിൽ നിൽക്കുന്നവരും എല്ലാവരും തന്നെയാണ്. കാരണം ഈ 5 ഇയർ PR 10 ഇയറിലേക്ക് ആക്കുമ്പോൾ അത് എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന ഒരാളെ മാറ്റി നിർത്തുന്നു എന്നൊന്നും ഗവൺമെന്റ് എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ, ഇല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് ഇതിനെതിരെ ആക്ട് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ഇനിയും നമുക്കെന്താണ് പ്രശ്നങ്ങൾ വരാം. ഇപ്പോൾ ഇതിനകത്ത് നമ്മുടെ റെസ്പോണ്ട് ചെയ്തിരിക്കുന്നതിനകത്ത് ഗവൺമെന്റ് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് മെഷേഴ്സ് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പേഴ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് സെറ്റിൽമെന്റ്, ഏൺഡ് സെറ്റിൽമെന്റ് ഒരു പ്രപ്പോസലും അതിനകത്ത് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എല്ലാ പ്രപ്പോസലെ പോലെ തന്നെയും ഇതും പബ്ലിക് കൺസൾട്ടേഷൻ വിധേയമാണ് എന്ന് പറയുന്നുണ്ട്. അതായത് ചുമ്മാ കയറി ഗവൺമെന്റ് കയറി രാത്രി കയറി ഇല്ലാട്ടോ ഇനി നാളെ തൊട്ടുമില്ല എന്ന് പറയാൻ ഗവൺമെന്റ് സാധിക്കില്ല. അതിന് പബ്ലിക് കൺസൾട്ടേഷൻസ് റൺ ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. അതിനു മുമ്പ് തന്നെ ഞാനൊരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ RCNന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ബിജോയ് സെബാസ്റ്റ്യൻ നമുക്ക് ഷെയർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇന്റർനാഷണലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നേഴ്സുമാരാണെങ്കിൽ, ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ നിയമങ്ങൾക്കെതിരെ, ഇല്ലെങ്കിൽ നിയമങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ഇന്ന് അവരുടെ RCNന്റെ ഒരു ഇവന്റ് ഉണ്ട്, അതിനകത്ത് പങ്കെടുക്കാൻ പറ്റുന്നവരൊക്കെ പങ്കെടുക്കുക. എവരി വോയിസ് മാറ്റേഴ്സ്, എവരി വോട്ട് കൗണ്ട്സ്, ലെറ്റസ് ഓർഗനൈസ് ആൻഡ് വിൻ എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഓർഗനൈസർ ആയിട്ട് നമ്മൾ വിൻ ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ അതിന് മുന്നോട്ടൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് ഓർഗനൈസ് ചെയ്ത ബിജോയ് സെബാസ്റ്റ്യന് വലിയൊരു നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം മനസ്സിലാക്കി അതിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ ഒരു സംഘടന, UK തന്നെ ഏറ്റവും വലിയൊരു യൂണിയനാണ് RCN. സോ RCN ഒക്കെ മുന്നോട്ട് ഇറങ്ങുക എന്ന് പറയുമ്പോൾ നമുക്ക് വലിയൊരു സപ്പോർട്ടാണ്. കൺസൾട്ടേഷനാണ് മാറ്റർ. കൺസൾട്ടേഷൻ നമ്മൾ മിസ്സാക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. ആരും തന്നെ മിസ്സാക്കരുത്. അതിപ്പോൾ ഞാനിപ്പോൾ ചില വീഡിയോസ് ഇടും, ചില വീഡിയോസ് ആൾക്കാരിലേക്ക് എത്തില്ല, ചില വീഡിയോസ് ആൾക്കാർ എത്തും എന്നുള്ള സെറ്റപ്പാണ്. അപ്പോൾ ഈ കൺസൾട്ടേഷൻ്റെ വീഡിയോസ് ഞാൻ എന്ന് ഇടാൻ പോകുന്നത് എനിക്ക് അറിഞ്ഞൂടെ, ഇല്ലെങ്കിൽ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞൂടെ. പക്ഷെ അത് ആരും മിസ്സാക്കരുത് എന്നുള്ള റിക്വസ്റ്റും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിനെ കുറിച്ചിട്ട് നമുക്കറിയാം, അതിനകത്ത് ഒരുപാട് പ്രപ്പോസൽസ് പറയുന്നുണ്ട്. ഏൺഡ് സെറ്റിൽമെന്റ് തന്നെയാണ് മാറ്റർ. ഏകദേശം 1,62,000 ആളുകൾ 2024 സെറ്റിൽമെന്റ് ഇവിടെ നേടിയിട്ടുണ്ട്. അത് 2015-19 കാലഘട്ടങ്ങളെ കാട്ടി 35% കൂടുതലാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ 2024 കാലഘട്ടങ്ങളിൽ അതിനെയും കാട്ടി ഇരട്ടി ആളുകൾ ഇവിടെ വർക്ക് വിസയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ വർക്ക് വിസയിൽ വന്നിട്ടുള്ള എല്ലാവർക്കും തന്നെ ഈ ഒരു സെറ്റിൽമെന്റ് കൊടുക്കുക എന്നുള്ളത് എത്രത്തോളം ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് നോക്കുന്നത്. അതിനെയാണ് അവർ രണ്ട് രീതിയിലേക്ക് മാറ്റുവാണ്. അതായത് രണ്ട് ഏൺഡ് സെറ്റിൽമെന്റ് ആണ്. പോയിന്റ് ബേസ്ഡ് സിസ്റ്റത്തിലായിരിക്കും ഈ സെറ്റിൽമെന്റുകൾ ഇനി നടക്കുക. അതായത് ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ അവർ പറയുന്നുണ്ട്, ലോങ് ടേം പ്രിൻസിപ്പിൾ ഇത് അപ്ലിക്കബിൾ ആവില്ല. അതായത് നമ്മളിവിടെ ചുമ്മാ ഇരുന്ന് മുരടിച്ച് സിറ്റിസണിൽ PR എടുക്കുക എന്നുള്ളൊരു പരിപാടി നടക്കില്ല. ഇവിടുത്തെ എക്കണോമിക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഇതിനകത്ത് അവർക്ക് ഈ 10 ഇയേഴ്സ് നിന്ന് 5 ഇയേഴ്സിലേക്ക് ആക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ എന്തെങ്കിലും ഇവിടെ എക്കണോമിക്കോ, ഇല്ലെങ്കിൽ ഇവിടുത്തെ ഈ ഇൻഡസ്ട്രിക്കോ, ഇല്ലെങ്കിൽ ഇവിടുത്തെ കമ്മ്യൂണിറ്റിക്കോ എന്തെങ്കിലും നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവരെ ഇതിനകത്ത് കൺസിഡർ ചെയ്യും എന്ന് തന്നെയാണ് നമ്മുടെ ഇപ്പോൾ ഹോം ഓഫീസിന്റെ സൈഡിൽ നിന്നുള്ള
ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. മാത്രമല്ല നമുക്കറിയാം ഇവിടെ ഒരുപാട് പേര് കയറി വരുന്നുണ്ട്, അവരുടെ കൂടെ വലിയൊരു ഡിപ്പെൻഡൻസ്. കാരണം ഇവർ വൺസ് ഒരു സെറ്റിൽമെന്റ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ലോങ് ടേമിലേക്ക് ഇവർക്ക് ഫുൾ ഇവിടുത്തെ എന്താ പറയുക ആനുകൂല്യങ്ങളെല്ലാം കൊടുക്കണം. അത് ഗവൺമെന്റ് കൺസിഡർ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് മൈഗ്രേഷന്റെ വർധനവ് ഇതൊക്കെ തന്നെയാണ് ഗവൺമെന്റിനെ ഈ ഒരു നിയമത്തിലേക്ക് തള്ളിവിട്ടത്. കാരണം ഇതിങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10 years റൂൾസ് ആർക്കൊക്കെ അപ്ലിക്കബിൾ ആവും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. കാരണം എല്ലാം പോയിന്റ് ബേസ്ഡ് ആണ്. ഇപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ കെയർ ആവാം, നേഴ്സ് ആവാം, അല്ലെങ്കിൽ മറ്റ് എഞ്ചിനീയേഴ്സ് ആവാം, നിങ്ങളിവിടെ എക്കണോമിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങളിവിടുത്തെ എന്താ പറയുക സൊസൈറ്റിക്ക് കമ്മ്യൂണിറ്റിക്ക് ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇനി പോയിന്റ്സ് ആയിരിക്കും. 10 points, 20 points, 30 points എന്നായിരിക്കും. അപ്പോൾ ടോട്ടൽ 70% പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 yearsലേക്ക് ആകാം. അപ്പോൾ ചിലർക്ക് വരുന്ന സമയത്ത് കിട്ടില്ല. പിന്നെ അതുമല്ല ഇവിടുത്തെ കൾച്ചർ, ഇവിടുത്തെ ലൈഫ് ഇൻ UK ടെസ്റ്റ് പരിപാടികൾ, കാരണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയണം. എസ്പെഷ്യലി ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയണം എന്നൊക്കെ ഗവൺമെന്റിന് നിർബന്ധം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും എനിക്കൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്നവർ അറ്റ്ലീസ്റ്റ് ഇവിടുത്തെ കൾച്ചറുമായിട്ട് ഇടകലർന്ന് പോകാൻ പറ്റുന്നവരാവണം. അല്ലാതെ നമുക്ക് എന്താന്ന് പറയുക മറ്റെന്തെങ്കിലും അവരെ ഇവിടുത്തെ അഡ്ജസ്റ്റ് ആവാൻ പറ്റാത്തവർക്ക് ഇവിടെ കൊടുക്കുന്നതിൽ ഒരു അർത്ഥമില്ല. അവരില്ലെങ്കിൽ 10 yearsലേക്ക് എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഇവിടുത്തെ കൾച്ചറുമായിട്ട് ഒത്തുപോകാൻ പോകുന്നവർക്ക് വിസ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഭൂരിഭാഗം ആളുകൾക്കും ഇവിടുത്തെ കൾച്ചറുമായിട്ട് ഒത്തുപോകാൻ പോകും. പിന്നെ അത് മാത്രമല്ല നമുക്കറിയാം ഇവിടെ ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മളൊരു അന്യരാജ്യത്ത് വന്നിട്ട് അവിടുത്തെ ലാംഗ്വേജ് അറിയാതെ നമ്മുടെ ലാംഗ്വേജ് വെച്ചിട്ട് അവരോട് സംസാരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഇറിറ്റേഷൻസ് അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഗവൺമെന്റിന്റെ ചില ഡിസിഷൻസ് ഒക്കെ പ്രോപ്പറാണ്. ഇപ്പോൾ ഇതൊക്കെ ഈ ലൈഫ് ഇൻ UK ടെസ്റ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വെക്കുന്നുണ്ട്. അതൊക്കെ ക്ലിയർ ആക്കുക തന്നെ വേണം. അത് ക്ലിയർ ആക്കിയേ പറ്റുള്ളൂ. ഇപ്പോഴും ഉണ്ട് നമുക്ക്, പക്ഷേ ഇനി അത് കുറച്ചും കൂടി കടുപ്പിക്കും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ വെറുതെ നമ്മൾ ഇരുന്നിട്ട് എടുക്കുന്നതിനെ കാട്ടി നിങ്ങൾ ഇവിടെ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൺസിഡർ ചെയ്യും എന്നുള്ളതിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളാരും പേടിക്കേണ്ടതില്ല. നിങ്ങൾക്ക് ആർക്കും ഞാൻ പറഞ്ഞ പോലെ 10 yearsലേക്ക് പോവും എന്നും തോന്നുന്നില്ല. കാരണം ഇവിടെ വന്നിട്ടുള്ള നേഴ്സുമാരാവട്ടെ, കെയറേഴ്സ് ആവട്ടെ, ഇനിയിപ്പോൾ മറ്റ് ജോബുകൾ ചെയ്യുന്നവരാവട്ടെ, ഇവർ എക്കണോമിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പിന്നെ നിങ്ങൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വീട്ടിൽ ചുമ്മാ ഇരിക്കുമായിരിക്കും, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഡിപ്പെൻഡൻസ് ചുമ്മാ ഇരിക്കുമായിരിക്കും. ഒരു റിക്വസ്റ്റാണ്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചാരിറ്റിക്കോ അതേപോലെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ എക്കണോമിക്കോ ഇല്ലെങ്കിൽ നമ്മുടെ ഈ സൊസൈറ്റിക്കോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് കാണിക്കാൻ വേണ്ടി ഏതെങ്കിലും സൊസൈറ്റിയിൽ ചേരുകയോ അവരുടെ കൂടെ എന്തെങ്കിലുമൊക്കെ പരിപാടി നിങ്ങൾ ചെയ്യുവാണെങ്കിൽ മടിച്ച് നിന്നിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ഇപ്പോൾ പോയിന്റ് ബേസ്ഡ് ആണ്. സോ അത് പോയിന്റ്സ് ചിലപ്പോൾ ഇതിനകത്ത് കൂടാം. ഇപ്പോൾ അതിന് പോയിന്റ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ സൊസൈറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു, നമ്മൾ വളരെ സോഷ്യലൈസ് ചെയ്തിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ കാണിക്കാൻ ചിലപ്പോൾ ഒരു പക്ഷേ ഫ്യൂച്ചറിൽ പറ്റിയെന്ന് വരാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ നല്ലതായിരിക്കും. ഇപ്പോൾ ഒരുപാട് ഇപ്പം നിങ്ങളുടെ ഏരിയയിൽ തന്നെ കുറേ കമ്മ്യൂണിറ്റീസ് ഉണ്ടാവും. അത് ഇതേപോലെ തന്നെ പലരെയും സഹായിക്കാനുള്ളതും പല പരിപാടികളൊക്കെ ഉണ്ടാവും. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ പ്ലസ് പോയിന്റ് ആയിട്ട് ആഡ് ആയാലോ. അന്ന് എൻ്റെ വീട് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി അത് വരുമോ വരില്ലെന്ന് അറിഞ്ഞില്ല, പക്ഷേ ഇത് വന്നാൽ എൻ്റെ വീട് മാർക്ക് ചെയ്ത് വെച്ചു. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പരിപാടിയിൽ ചേരുക, ആക്ടിവിറ്റീസിൽ ചേരുക, നാട്ടിൽ നല്ല പരിപാടി എന്തെങ്കിലും ചെയ്യാൻ പറ്റും ചെയ്യാം. അപ്പോൾ ഇതുവരെയ്ക്കും ഞാൻ ഈ വളരെ സിമ്പിളായിട്ട് ഈ ഒരു ഗവൺമെൻറ് റെസ്പോണ്ട് ചെയ്തതിൽ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ആ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മുടെ പെറ്റീഷൻ അവർ കൺസിഡർ ചെയ്യും, കൺസൾട്ടേഷന് ഈ ഒരു പെറ്റീഷൻ കൺസിഡർ ചെയ്യും എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇനിയും നമ്മൾ കൺസൾട്ടേഷൻ വരാൻ നിൽക്കുന്നുണ്ട്. അതിനകത്തൊക്കെ നമ്മൾ റെസ്പോണ്ട് ചെയ്തേ പറ്റുള്ളൂ. സോ ഗൈസ് സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ വീഡിയോസിന്. തീർച്ചയായിട്ടും മറ്റു എല്ലാ അപ്ഡേറ്റ്സുകളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. കാണാം. ബൈ.